റീഡിംഗ് എ തെർമോമീറ്റർ. നമ്മളിപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിനെ കുറിച്ച് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു റീഡിംഗ് തെർമോമീറ്റർ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം? ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ ആകുമ്പോൾ അതിൽ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് അത് റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞത്, റീഡിംഗ് എ തെർമോമീറ്റർ എന്ന്. അപ്പോൾ അത് പോയിന്റ് ബേസ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. തെർമോമീറ്റർ ഷുഡ് ബി വാഷ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്, പ്രിഫറബിളി വിത്ത് ആൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. Ensure that before use the mercury level is below 35 degrees Celsius. മെർക്കുറിയുടെ ലെവൽ 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം എന്താണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പറയുമ്പോൾ 35 to 42 ആണ് ആ സ്കെയിൽ റേഞ്ച് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ബിഫോർ ദ മെർക്കുറി ലെവൽ ഈസ് ബിലോ 35 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഉറപ്പുവരുത്തണം. റീഡ് ദ തെർമോമീറ്റർ കീപ്പിംഗ് ദ ലെവൽ ഓഫ് മെർക്കുറി അലോങ് ദ ലൈൻ ഓഫ് sight. Then handle the thermometer with care. If it hits against some hard object, it can break. അതുപോലെ തന്നെ തെർമോമീറ്റർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ നല്ല കെയർ ചെയ്യുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എവിടെയെങ്കിലും ചെറിയ ഒബ്ജക്റ്റിൽ, ഹാർഡ് ഒബ്ജക്ട്സിൽ തട്ടിയാൽ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡോണ്ട് ഹോൾഡ് ദ തെർമോമീറ്റർ ബൈ ദ ബൾബ് വൈൽ റീഡിങ് ഇറ്റ്. റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അത് ഇതിലായിട്ട് തട്ടരുത്, കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ആ ബൾബിലോ നമ്മൾ എന്ത് ചെയ്യരുത്, ടച്ച് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് പ്രിക്വേഷൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 35 ഡിഗ്രി സെൽഷ്യസ് അത് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്യണം, പ്രിഫറബിളി വിത്ത് ആൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. അതുപോലെ തന്നെ 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, 35 to 42 ആണ് ആ ഇതിൻ്റെ റേഞ്ച് എന്നുള്ളത്. ഇനി തെർമോമീറ്റർ റീഡ് ചെയ്യുമ്പോൾ വാഷ് ദ തെർമോമീറ്റർ പ്രിഫറബിളി വിത്ത് ആൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. ഹോൾഡ് ഇറ്റ് ഫേംലി ആൻഡ് ഗിവ് ഇറ്റ് എ ഫ്യൂ ജഗ്സ്. The jugs will bring the level of mercury down. Ensure that it falls below 35 degree Celsius. നമ്മൾ പറഞ്ഞു 35 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിന്ന് എൻഷുർ ചെയ്യണമെന്ന്. അതിനെന്ത് ചെയ്യുക, നമ്മൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ചെറിയ ജർക്ക് ചെയ്യാൻ ഒന്ന് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക, കൊടയില്ലേ, അതിനാണ് ഈ ജഗ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ജർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ഇനി 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, അത് താഴേക്ക്, അതിൻ്റെ ലെവൽ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ചെറിയ ജർക്കിങ് കൊടുക്കുക. അതുപോലെ തന്നെ നൗ പ്ലേസ് ദ ബൾബ് ഓഫ് ദ തെർമോമീറ്റർ അണ്ടർ യുവർ ടങ്. ആ ബൾബ് പോർഷൻ ഉണ്ടായിരിക്കും, ആ ലെഫ്റ്റ് താഴെ ആ ബ്ലാക്ക് കളറിൽ കാണുന്നില്ലേ, അവിടെ മെർക്കുറിയാണ് ഈ ബൾബിൽ നിറച്ചിട്ടുള്ളത്. ആ ബൾബ് എന്ത് ചെയ്യുക, നാവിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ആഫ്റ്റർ 1 minute ടേക്ക് ദ തെർമോമീറ്റർ ഔട്ട് ആൻഡ് നോട്ട് ദ റീഡിംഗ്. ദിസ് ഈസ് യുവർ ബോഡി ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ ഷുഡ് ഓൾവേസ് ബി സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്സ് യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു 1 minute നമ്മൾ ടെങ്ങിൻ്റെ താഴെ വെച്ചാൽ എന്ത് ചെയ്യും, ഇതിൽ റീഡിങ് കാണിക്കും. അത് എടുത്ത് നോക്കുമ്പോൾ അതായിരിക്കും എന്ത്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്നുള്ളത്. അപ്പോൾ ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. നോട്ട് ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്സ് യൂണിറ്റ്സ്. ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ആ റീഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. നമ്മൾ ടെങ്ങിൻ്റെ അണ്ടർ ദ ടെങ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ തെർമോമീറ്റർ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ചെറിയ ജക്കിങ് കൊടുക്കണം. ജഗ്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ലെവല് 35 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആവാൻ വേണ്ടിയിട്ടാണ്. The temperature of every person may not be 37 degree Celsius. എല്ലാവരുടെയും is the body temperature of every person 37 degree Celsius. എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ 37 degree Celsius ആവണമെന്നുണ്ടോ? ഇല്ല. The temperature of every person may be not 37 degree Celsius. It could be slightly higher or slightly lower. Actually, what we call normally temperature is the average body temperature of a large number of healthy person. ഒരു large number of healthy പേഴ്സൺസിന്റെ നോർമൽ ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും അതാവണമെന്നില്ല, പേഴ്സൺ ടു പേഴ്സൺ അത് വാരി ചെയ്യാം. ദ ക്ലിനിക്കൽ തെർമോമീറ്റർ ഇസ് ഡിസൈൻ ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഓൺലി. ദ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി നോർമലി ഡസ് നോട്ട് go below 35 degrees Celsius or above 42 degrees Celsius. That is the reason that this thermometer has the range 35 degrees Celsius to 42 degrees Celsius. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ
35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നോർമൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ എന്നുള്ളത് 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയും ആവില്ല, അതേപോലെ തന്നെ 42 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ മുകളിലും പോവില്ല. ആയതുകൊണ്ടാണ് ഇത് കോമൺ ആയിട്ട് ബോഡി ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാൻ മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്, ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആയതുകൊണ്ടാണ് അതിന്റെ റേഞ്ച് എന്നുള്ള സ്കെയിൽ റേഞ്ച് എന്നുള്ളത് 35 ടു 42 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ബുജോ ഗോട്ട് നോട്ടി ഐഡിയ. ഹി വാണ്ടഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് മിൽക്ക് യൂസിങ് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ. പഹേലി സ്റ്റോപ്ഡ് ഹിം ഫ്രം ഡൂയിങ് സോ. എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ പറഞ്ഞു ക്ലിനിക്കൽ തെർമോമീറ്റർ ബോഡി ടെമ്പറേച്ചർ മാത്രം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡൗട്ട് പറയുകയാണ്, എന്താണ്, നല്ല തിളച്ച പാലിൽ എന്താണ് ഹോട്ട് മിൽക്കിൽ ഇത് ഡിപ്പ് ചെയ്യാൻ കഴിയുമോ, അത് മെഷർ ചെയ്യുക, അതിന്റെ ആ മിൽക്കിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുജോ എന്താണ് ഒരു ഐഡിയ എടുക്കണം. അതെന്ത് ചെയ്യാനും കഴിയില്ല, അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്തായിരിക്കും കാരണം? ഡു നോട്ട് യൂസ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഫോർ മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എനി ഒബ്ജക്ട് other than the human body. Also avoid keeping the thermometer in the sun or near flame, it may break. കാരണം എന്താണ്, ഈ ഒരു ബോഡി ടെമ്പറേച്ചറിൽ അല്ലാതെ ബാക്കിയുള്ള ഇതാവുമ്പോൾ എന്തിനോ ഓവർ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ബ്രേക്ക് ചെയ്താൽ എന്താണ്, ബൾബിൽ എന്താണ് സാധനം ഉള്ളത്, ബൾബില് മർക്കുറിയാണ്. ഈ മർക്കുറി എന്താണ്, പോയിസൺ ആണ്, വിഷമാണ്. ആ വിഷാംശം എന്ത് ചെയ്യും, ആ പാലിൽ എന്താവാനുണ്ട്, കലരാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാവുന്നത്, ഈ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒരു ഇതിനും നമ്മളുടെ ഫുഡ് ഐറ്റംസിനൊന്നും അതിൻ്റെ ഒന്നും ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് പറയുന്നത്. കാരണം എന്താണ്, ഇറ്റ് മേ ബ്രേക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താണ്, ബ്രേക്ക് ചെയ്താൽ ഈ ഇതെന്ത് ചെയ്യുന്നു, മെർക്കുറി അതുമായിട്ട് എന്താണ് മിക്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ തെർമോമീറ്റർ എന്ത് ചെയ്യരുത്, സണ്ണിലോ അല്ലെങ്കിൽ ഫ്ലെയിമിനടുത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നോർമൽ ആയിട്ട് ക്ലിനിക്കൽ തെർമോമീറ്ററിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലബോറട്ടറി തെർമോമീറ്റർ. How do we measure the temperature of other objects? For this purpose, there are other thermometer. One such thermometer is known as laboratory thermometer. അടുത്ത ഒബ്ജക്ട്സിന്റെ ബാക്കി അതർ ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ ആണ് എന്ത്, ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ഇറ്റ്സ് കെയർഫുള്ളി ആൻഡ് നോട്ട് ഇറ്റ്സ് ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇറ്റ് ക്യാൻ മെഷർ. ഇതിലെന്താണ്, ഇതിന്റെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ജനറലി ഫ്രം തെർമോമീറ്റർ ഈസ് ജനറലി ഫ്രം -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ്. ഇതിന്റെ റേഞ്ച് എന്നുള്ളത് പറയുന്നത് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ നോർമൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 വരെയാണ് എന്ത് ഈ സ്കെയിൽ റേഞ്ച് എന്നുള്ളത്. ക്ലിനിക്കൽ തെർമോമീറ്റർ 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ ലബോറട്ടറി തെർമോമീറ്ററിന്റെ സ്കെയിൽ റേഞ്ച് എന്നുള്ളത് -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. 110 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് അതിന്റെ ലബോറട്ടറി തെർമോമീറ്ററിന്റെ റേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആൾസോ യു ഡിഡ് ഇൻ ദ കേസ് ഓഫ് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് സ്മോൾ ഡിവിഷൻ ഓൺ ദിസ് തെർമോമീറ്റർ ഈസ്. You would not this information to read the thermometer correctly. Let us learn how this thermometer is used. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ. അതിന്റെ റേഞ്ച് പറയുന്നത് -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് should in addition the precautions to take while reading clinical thermometer, the laboratory thermometer should be kept upright, not tilted. Bulb should be surrounded from all sides by the substance which the temperature is not to be measured. The bulb should not touch the surface of the container. ബാക്കിയുള്ള നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് ഇതിലും അഡോപ്റ്റ് ചെയ്യണം. അതിന് അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, അപ്രൈറ്റ് ആണ്. ഇപ്പൊ ഇതിൽ ഈ പിക്ചറിൽ വെച്ചിട്ടുണ്ട്, മെഷർ ചെയ്യുന്നത് എന്താണ്, വെർട്ടിക്കലി എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ കണ്ടെയ്നേഴ്സിന്റെ എവിടെയും എന്ത് ചെയ്യരുത്, ടച്ച് ചെയ്യരുത്. വാട്ടറിൽ ഡിപ്പ് ചെയ്യുക എന്നല്ലാതെ
കണ്ടെയ്നറിന്റെ ബോട്ടം സൈഡിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ എന്ത് ചെയ്യരുത്, ഒരിക്കലും അത് ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്ത് ചെയ്യുന്നു, അതിന്റെ ടെമ്പറേച്ചർ കൂടെ എന്ത് ചെയ്യാൻ കഴിയും, ഇതിലോട്ട് എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും വാട്ടർ ലെവൽ എന്ത് ചെയ്യുക, താഴേക്ക് ഡിപ്പ് ചെയ്യുക. മുകളിലായിട്ടും വെക്കരുത്, അല്ലെങ്കിൽ ചെരിച്ചും വെക്കരുത്, അപ്രൈറ്റ് ടിൽറ്റ് ചെയ്യരുത് വെക്കരുത്. കറക്റ്റ് എന്ത് ചെയ്യണം, വെർട്ടിക്കലി വെക്കണം. അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സിന്റെ എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, ടച്ച് ചെയ്യാനും പാടില്ല. ആകെ വാട്ടറിൽ മാത്രമേ ഉള്ളൂ. ബോട്ടം കണ്ടെയ്നറിന്റെ ബോട്ടം സൈഡിൽ പോലും എന്ത് ചെയ്യരുത്, ഈ തെർമോമീറ്റർ ടച്ച് ചെയ്യരുത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രിക്വേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒബ്ജക്ട്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി, ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറി തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ടൈം ഈ വെതർ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. The maximum and minimum temperatures of the previous day reported in weather reports are measured by a thermometer called the maximum minimum thermometer. അപ്പോൾ വെതർ ടെമ്പറേച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് എന്ത്, മാക്സിമം മിനിമം തെർമോമീറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബോഡി ടെമ്പറേച്ചറിന് ക്ലിനിക്കൽ തെർമോമീറ്റർ, അതർ ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറി തെർമോമീറ്റർ, ആൻഡ് വെതർ റിപ്പോർട്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ 3 ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ഇവിടെ നമുക്കറിയാം. അപ്പോൾ ആക്ടിവിറ്റി 4.5 നമുക്കൊരു ഡൗട്ട്സ് ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ അതർ ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിന് പകരം ലബോറട്ടറി തെർമോമീറ്റർ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 4.5. Take some hot water in a beaker or a mug, dip the thermometer in water, wait till the mercury thread becomes steady. നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മെർക്കുറി ലെവല് മുകളിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ കഴിയും, ലെവല് പോകാൻ കഴിയും. അതിന്റെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ആ മെർക്കുറി ലെവല് എവിടെ പോയിട്ടാണോ നിൽക്കുന്നത് അതായിരിക്കും എന്ത്, അതിന്റെ ടെമ്പറേച്ചർ എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റഡി ആവുന്നത് വരെ എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യുക. The steady and not the temperature. Now take out the thermometer from water. Observe carefully what happens now. Do you notice that as soon as you take the thermometer out of water, the level of mercury begins to fall? This means that the temperature must be read while the thermometer is in water. ഈ ലബോറട്ടറി തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ മെർക്കുറി ലെവൽ ഇൻക്രീസ് ചെയ്യും, അതിന്റെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് വരും. അതായിരിക്കും ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്നുള്ളത്. അതിൽ നിന്നും പുറത്തെടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ തെർമോമീറ്ററിലെ മെർക്കുറി ലെവൽ എന്ത് ചെയ്യുന്നു, താഴേക്ക് തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ആ സ്റ്റഡി സ്റ്റേറ്റിലുള്ളതാണ് നമ്മൾ മെർക്കുറി അല്ലെങ്കിൽ ടെമ്പറേച്ചർ എടുക്കേണ്ടത്. പുറത്തേക്ക് എടുക്കുന്തോറും എന്ത് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, താഴേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലബോറട്ടറി തെർമോമീറ്റർ ഏത് ഒബ്ജക്റ്റിലാണോ, അല്ലെങ്കിൽ വാട്ടറിലാണെങ്കിൽ വാട്ടറിൽ ഇരിക്കുമ്പോൾ തന്നെ ഡിപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ടെമ്പറേച്ചർ എടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എടുക്കാൻ കഴിയുമോ? നമ്മൾ ബോഡി ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ നാവിന്റെ താഴെയാണ് എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കൽ തെർമോമീറ്റർ വെക്കാറ്. അങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, 1 മിനിറ്റ് വെച്ചാൽ നമുക്ക് ടെമ്പറേച്ചർ ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് എടുത്തിട്ട് വേണ്ട നമുക്ക് റീഡ് ചെയ്യാൻ. ഇപ്പൊ അതിൽ ഇങ്ങനെ നാവിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിന്റെ റീഡിങ് നോക്കാൻ കഴിയുമോ? കഴിയില്ല. പകരം എന്ത് ചെയ്യേണ്ടി വരും, അവിടുന്ന് എടുത്തിട്ട് നോക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോഴേക്ക് ലബോറട്ടറി തെർമോമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ തെർമോമീറ്റർ വാല്യൂ എന്ത് ചെയ്യും, തെറ്റായിരിക്കും നമുക്ക് ലഭിക്കുക. ആയതുകൊണ്ട് തെർമോമീറ്റർ എന്ത് ചെയ്യും, ലബോറട്ടറി തെർമോമീറ്റർ എന്തിനു കഴിയില്ല, ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ലബോറട്ടറി തെർമോമീറ്ററിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിനുള്ളത്? എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഉണ്ടായത് കൊണ്ടാവില്ലേ ക്ലിനിക്കൽ തെർമോമീറ്റർ ഇങ്ങനെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. വൈ ഡസ് ദ മെർക്കുറി നോട്ട് ഫോൾ ഓർ റൈസ് ഇൻ എ ക്ലിനിക്കൽ തെർമോമീറ്റർ വെൻ ടേക്ക് ഔട്ട് ഓഫ് ദ മൗത്ത്? നമ്മളുടെ മൗത്തിൽ നിന്ന് എടുത്താൽ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ മെർക്കുറി ലെവല് താഴേക്ക് വരില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. Observe a clinical thermometer. Again, do you see a kink near the bulb? Kink പറഞ്ഞാൽ ഒരു ചെറിയ ഒരു എന്താണ് പ്രൊജക്ഷനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഹാസ് എ kink in it. Kink in it പറഞ്ഞാൽ ഇവിടെ ഒരു
ഒരു സോളോയിങ് കണ്ടോ? ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കണ്ടോ? ആ ബൾബിൽ നിന്ന് കുറച്ച് മാറിയിട്ട് റൈറ്റ് സൈഡിലോട്ട് മാറ്റിയാൽ ഇവിടെ ഒരു കിങ് സ്ട്രക്ചർ കാണാം. ഈ കിങ് സ്ട്രക്ചർ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ കിങ്? ഇറ്റ് പ്രിവെന്റ്സ് ദ മെർക്കുറി ലെവൽ ഫാളിങ് ഓൺ ഇറ്റ്സ് ഓൺ. ആ മെർക്കുറി ലെവല് താഴേക്ക് പോകുന്നത് ആര് തടയുന്നുണ്ട്? ഈ കിങ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? തടയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ള ഒരു ഫീച്ചറാണ് എന്ത്? കിങ് നിയർ ദ ബൾബ്. ഇറ്റ് പ്രിവെന്റ്സ് മെർക്കുറി ലെവൽ ഫ്രം ഫാളിങ് ഓൺ ഇറ്റ്സ് ഓൺ. നമ്മൾ എന്ത് ചെയ്യുന്നു? നാവിൻ്റെ താഴെ വെച്ചാൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കിട്ടും. ഈ കിങ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യില്ല? അതിൻ്റെ മെർക്കുറി ലെവൽ താഴേക്ക് പോരില്ല. അത് സ്റ്റഡി സ്റ്റേറ്റിൽ നിന്നാൽ പിന്നെ താഴേക്ക് എന്ത് ചെയ്യില്ല? പോവില്ല. അത് പിന്നെ താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒന്ന് ജെർക്ക് ചെയ്യണം. ഈ ജെർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കിങ് സ്ട്രക്ചറിൽ നിന്ന് മുകളിലോട്ട് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ബിലോ 35 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ജെർക്ക് ചെയ്യുന്നത്. ജെർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ മെർക്കുറി ലെവൽ എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. അപ്പം അങ്ങനെ ജെർക്കിംഗ് ഇല്ലാതെ നമ്മൾ നാവിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത ഉടനെ എന്ത് ചെയ്യണം? അത് നോക്കുക. ജെർക്കിംഗ് ഒന്നും ഇല്ലാതെ അത് നോക്കിയാൽ എന്ത് ചെയ്യും? നമ്മളുടെ അക്യുറേറ്റ് ബോഡി ടെമ്പറേച്ചർ കിട്ടും. അത് മെർക്കുറി ലെവൽ എന്ത് ചെയ്യില്ല? ലബോറട്ടറി തെർമോമീറ്ററിന്റെ പോലെ താഴേക്ക് വരില്ല. കാരണം a small projection or a kink near the bulb, it prevents mercury level from falling on its own. അതിന്റെ യഥാർത്ഥ സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് വരുന്നത് ആര് തടയുന്നുണ്ട്? ഈ കിങ് എന്നുള്ള സ്ട്രക്ചർ ഇൻ ക്ലിനിക്കൽ തെർമോമീറ്റർ. ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ള ഈ കിങ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ മെർക്കുറി ലെവൽ താഴേക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ താഴെയായിട്ട് there is a lot of concern over the use of mercury in thermometers. Mercury is a toxic substance and is very difficult to dispose of if a thermometer breaks. These days digital thermometers are available which do not use mercury. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സും കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ്? ഡിജിറ്റൽ ആയിട്ട് മെഷർ ചെയ്യാം. നമ്മൾ ഈ ലബോറട്ടറി ക്ലിനിക്കൽ തെർമോമീറ്ററിലൊക്കെ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മെഷർ ചെയ്യുന്നത്? മെർക്കുറി, ആ ഷൈനിങ് ത്രെഡ് മെർക്കുറിയാണ്. ഈ മെർക്കുറിയുടെ ലെവലിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ ഈ മെർക്കുറി എന്നുള്ള എന്താണ്? ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ വായിലിരുന്നിട്ട് ആ ബൾബ് പൊട്ടിയാൽ എന്ത് ചെയ്യും? ആ മെർക്കുറി നമ്മുടെ വായിലാവാൻ സാധ്യതയുണ്ട്. അത് ടോക്സിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ടു അവർ ഹെൽത്ത്, മേ ബി ഡെത്ത്, മരിക്കാൻ വരെ എന്ത് ചെയ്യുന്നു? സാധ്യതയുണ്ട്. ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതിലെന്ത് ഉപയോഗിക്കുന്നില്ല? മെർക്കുറി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ, ലബോറട്ടറി തെർമോമീറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.